ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിൻ്റെ റിവിഷൻ പാർട്ട് ഫസ്റ്റിന് പഠിക്കാൻ പോകുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റൈറ്റ് ദ എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ഇൻകാൻഡസൻ ലാമ്പ്, ഇലക്ട്രിക് മിക്സി. രണ്ട് കാര്യങ്ങളോട് തന്നിട്ടുണ്ട്. ഇതിൽ വരുന്ന എനർജി ചേഞ്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇൻകാൻഡസൻ ലാമ്പ് എന്ന് പറഞ്ഞത് ലൈറ്റ് തരുന്നൊരു ലാമ്പാണ്. അപ്പോൾ ഇൻകാൻഡസൻ ലാമ്പിൽ എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ആവും? നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി ഇവിടെ ലൈറ്റ് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇലക്ട്രിക് മിക്സിയുടെ കാര്യം വരുമ്പോൾ ഇലക്ട്രിസിറ്റി കൊടുത്താൽ അത് പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എനർജി ഇവിടെ എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഓർക്കുക, ഇൻകാൻഡസൻ ലാമ്പിൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുമ്പോൾ ഇലക്ട്രിക് മിക്സിയിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. രണ്ടാമത് നോക്കിയേ, വിച്ച് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫിനോമിനൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി. ഇനി CNG എന്നറിയപ്പെടുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ ഫുൾ ഫോം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. LNG എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഇതിൻ്റെ റിലേഷനൊക്കെ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഇനി സെലക്ട് ദ ഓഡ് വൺ. റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നമുക്കറിയാം റിഫ്ലക്ഷൻ ആയിക്കോട്ടെ, ഡിസ്പേർഷൻ ആയിക്കോട്ടെ, റിഫ്രാക്ഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ലൈറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ മൂന്ന് ടേം. എന്നാൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനമാണ്. അതായത് നമ്മുടെ കണ്ണൊരു ഒബ്ജക്റ്റ് കാണുമ്പോൾ എത്ര നേരം ആ കാഴ്ച നിലനിൽക്കും എന്ന് നമ്മൾ 1/16 seconds എന്നൊക്കെ പറഞ്ഞിട്ട് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇതിലെ ഓഡ് വൺ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ഇലക്ട്രിക് അയൺ വർക്ക്സ് ഓൺ 230 വോൾട്ട്. ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് അയൺ തന്നിട്ടുണ്ട്. 230 വോൾട്ടേജിലാണ് ഈ ഇലക്ട്രിക് അയൺ വർക്ക് ചെയ്യുക. എ കറണ്ട് ഓഫ് 3 ആംപിയർ ഫ്ലോസ് ത്രൂ ദിസ് ഫോർ ഹാഫ് ആൻ അവർ. അതായത് അരമണിക്കൂർ ഈ ഇലക്ട്രിക് അയണിലൂടെ ഒരു 3 ആംപിയർ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? 230 വോൾട്ടാണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ യൂണിറ്റാണ് 3 ആംപിയർ. അതായത് 3 ആംപിയർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ടൈം എന്ന് പറഞ്ഞത് ഹാഫ് ആൻ അവർ. ഒരു അവർ 60 മിനിറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ടൈം എപ്പോഴും സെക്കൻഡ്സിലാണ് നമ്മൾ എഴുതുക. ടൈമിൻ്റെ യൂണിറ്റ് എപ്പോഴും സെക്കൻഡ്സിൽ വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ മിനിറ്റ് ആയതുകൊണ്ട് മിനിറ്റിനെ സെക്കൻഡ്സിലോട്ട് മാറ്റണം. അപ്പോൾ ഈ മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് 60 സെക്കൻഡ്സ് ആണ് അല്ലേ? അപ്പോൾ മിനിറ്റിനെ സെക്കൻഡ്സിലോട്ട് മാറ്റാൻ × 60 ചെയ്യുന്നത്. അപ്പോൾ 30 × 60 എന്ന് പറഞ്ഞത് 1800 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടൈം സെക്കൻഡ്സിൽ കിട്ടി. ഇനി നമ്മൾ ഫോർമുല ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എന്ന് പറഞ്ഞത് H = VIT. V × I × T എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ട ഫോർമുലയാണ്. ഇനി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നമുക്ക് കണ്ടുപിടിക്കണം. V എന്ന് പറഞ്ഞത് 230 വോൾട്ടാണ്. I എന്ന് പറഞ്ഞത് കറണ്ട് 3 ആംപിയർ തന്നിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞത് 1800 സെക്കൻഡ്സ്. അപ്പോൾ എത്ര കിട്ടും? 1242000 ജൂൾ എന്ന ആൻസർ കിട്ടും. ഇതിലത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 4 ohm ആൻഡ് 2 ohm റെസിസ്റ്റേഴ്സ്. 2 റെസിസ്റ്റേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒന്ന് 4 ohmഉം രണ്ടാമത്തത് 2 ohmഉം ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സീരീസിലാണോ പാരലലിലാണോ എന്ന് നന്നായി അറിഞ്ഞിരിക്കണം. ഇവരെ രണ്ടുപേരും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് കണക്ഷനിലാണ്. ഇവരിടയിൽ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 6 വോൾട്ടാണ്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് I = V/R എന്ന് പറഞ്ഞ ഫോർമുല. കറണ്ട് നമുക്ക് വോൾട്ടേജ് എവിടെ തന്നിട്ടുണ്ട്? 6 വോൾട്ടേജാണ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് നമുക്ക് 4 ohmഉം 2 ohmഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് കണക്ഷനിൽ എങ്ങനെ കണ്ടുപിടിക്കും? R = R1 + R2. അതായത് 2 + 4 അതായത് 6 ohm എന്ന് കിട്ടും ടോട്ടൽ റെസിസ്റ്റൻസ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞത് 6 ആണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസും 6 ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1 ആംപിയർ എന്ന് ആൻസർ കിട്ടും. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 10 റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm. ഇവിടെ 10 റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നും 2 ohm വെച്ചിട്ടാണ്.
ഇപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിലായതുകൊണ്ട് നമ്മൾ എന്ത് ഫോമിൽ ഉപയോഗിക്കും? R/N. അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ N എന്ന് പറഞ്ഞത് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 10. അതായത് 1/5 ഇസ് ഈക്വൽ ടു 0.2 ഓം എന്ന് ആൻസർ കിട്ടും. ഇത് പാരലൽ കണക്ഷനിലായതുകൊണ്ടാണ്, അതായത് പാരലൽ കണക്ഷനിലായതുകൊണ്ടാണ് നമ്മൾ R/N ഇട്ടേക്കുന്നത്. ഇനി സീരീസ് കണക്ഷനിലാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? R/N. ഇത് രണ്ടും പഠിച്ചിരിക്കുക. പാരലൽ കണക്ഷനിലാണെങ്കിൽ നമ്മൾ R/N എന്നും, സീരീസ് കണക്ഷനിലാണെങ്കിൽ R/N. R എന്ന് പറയുന്നത് 2 ഓം ആണ്, ഇൻറ്റു നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് 10. അപ്പോൾ 2 × 10 20 ഓം എന്ന് ഇവിടെ കിട്ടും. സീരീസ് ആണെങ്കിൽ, പാരലൽ ആണെങ്കിൽ 0.2 ഓം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എൻ അപ്ലയൻസ് ഓഫ് പവർ 540 വാട്ട്. ഇവിടെ ഒരു അപ്ലയൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 540 വാട്ട് തന്നിട്ടുണ്ട്. ഈസ് യൂസ്ഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്. അതിൻ്റെ വോൾട്ടേജ് കൊടുത്തേക്കുന്ന വോൾട്ടേജ് 230 വോൾട്ട് ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ആംബറേജ്? ആംബറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എന്നേ അർത്ഥമുള്ളൂ. ഇതിൻ്റെ ആംബറേജിൻ്റെ യൂണിറ്റും ആംബിയർ തന്നെയാണ്. പക്ഷേ ഫോർമുല ഉപയോഗിക്കേണ്ടത് വേറെയാണ്. ആംബറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആംബറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വാട്ടേജ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 540 വാട്ടാണ്. 540 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് 230 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ 23 ചെയ്യുമ്പോൾ നമുക്ക് 2.34 ആംബെയർ. ഇവിടെ ആംബറേജിൻ്റെ യൂണിറ്റും ആംബെയർ തന്നെയാണ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഇനി ഇവിടെ റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബൾബ് ലൈറ്റ് എഫക്റ്റ് ആണ് നമുക്കറിയാം, അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഫ്യൂസിൽ വരുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഹീറ്റിംഗ് എഫക്റ്റ്. ഇനി നിക്രോം എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ ഫ്യൂസ് ഫയർ എന്ന് പറയുന്നത് എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ്. ഈ റിലേഷനൊക്കെ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് വയർ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, നിക്രോം ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും.